LDF-ലേക്കില്ലെന്ന് പറഞ്ഞ മുസ്ലിം ലീഗിനെ CPIM വർഗീയ പാർട്ടിയാക്കി മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മലപ്പുറത്തെ അപമാനിക്കാൻ ദില്ലിയിൽ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദു പത്രത്തിന് അഭിമുഖം കൊടുത്തു. മറ്റൊരു മന്ത്രി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വർഗീയ പരാമർശം നടത്തി. UDF ആയിരുന്നു അധികാരത്തിലെങ്കിൽ അയാൾ മന്ത്രിസഭയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നും VD സതീശൻ പറഞ്ഞു. പുതുയുഗയാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഡൽഹിയിൽ പോയി മലപ്പുറം ജില്ലക്കെതിരായിട്ട് ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തത്. മനഃപൂർവ്വമാണ്. പിന്നെ ഒരു കിങ്കരന്മാരുടെ വരവായി AK ബാലൻ എന്താ സജി ചെറിയാൻ പറഞ്ഞത്? മന്ത്രി മലപ്പുറത്ത് നിന്ന് ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ മതി കാര്യം അറിയാം. UDF ആണെങ്കിൽ 24 മണിക്കൂർ അങ്ങനെ ഒരാൾ ആ മന്ത്രിസഭയിൽ ഇരിക്കില്ലേ? അവര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പുറകെ നടന്നു കുറെ നാൾ. പാണക്കാട് സയ്യദ് സാദിഖ് അലി തങ്ങൾ ഒരു ദിവസം പറഞ്ഞു, UDF-ൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDF-ൽ പോവാൻ ഒരു കാരണം പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മുസ്ലിം ലീഗിന് വർഗീയത ആരോപിച്ചോടെ കിട്ടില്ല എന്ന് കണ്ടപ്പോ ലീഗാണ് മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി വർഗീയവാദികളുടെ കൈകളിലേക്ക് ആളുകളെ പറഞ്ഞയക്കാതെ സംരക്ഷിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സോണൽ, മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഒരു സമയത്ത് വലിയ വിവാദമായതാണ്. പക്ഷെ മലപ്പുറത്ത് അത് പറഞ്ഞാൽ കൊള്ളും. മലപ്പുറം പരാമർശം മലപ്പുറത്ത് കത്തിക്കുകയാണ് VD സതീശൻ. തീർച്ചയായിട്ടും ഇന്നാണ് കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് VD സതീശൻ നയിക്കുന്ന UDF-ന്റെ ജാഥ പ്രവേശിക്കുന്നത്. അതിൻ്റെ ആദ്യ സമ്മേളനത്തിൽ കൊണ്ടോട്ടിയിൽ വെച്ച് തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ട് VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിയെ ചൂണ്ടിക്കൊണ്ടുള്ള പരാമർശം ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം കൂടി നടത്തുകയുണ്ടായി. അതായത് LDF നിരവധി തവണ മുസ്ലിം ലീഗിനെ LDF-ന്റെ ഭാഗമാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി, പിന്നാലെ ഒരുപാട് തവണ നടന്നു. പക്ഷേ മുസ്ലിം ലീഗ് അതിന് തയ്യാറായില്ല. അതിന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് UDF-ലേക്ക് പോകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷേ LDF-ലേക്ക് പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്നുള്ളത് ആണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞതെന്നാണ് VD സതീശൻ ആ വേദിയിൽ പറഞ്ഞത്. നിറഞ്ഞ സദസ്സിൽ വലിയ കയ്യടിയായിരുന്നു ഇത്തരം പരാമർശങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. എന്തായാലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ, അതായത് മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം ഉൾപ്പെടെ അതുപോലെ തന്നെ സജി ചെറിയാന്റെ പരാമർശം കിങ്കരന്മാരുടെ വരവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മന്ത്രിമാരെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം അത് വീണ്ടും മലപ്പുറത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ആയുധമാക്കി UDF മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് VD സതീശന്റെ പരാമർശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുസ്ലിം ലീഗിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മലപ്പുറത്ത് മുഴുവൻ മണ്ഡലങ്ങളിലും ഇത്തവണ UDF തരംഗമുണ്ടാകുമെന്ന് ആ വേദിയിൽ വെച്ച് VD സതീശൻ പറയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ ആയുധമാക്കി മുഖ്യമന്ത്രിയുടെ ഈ മലപ്പുറം പരാമർശവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം എന്നുള്ളത് ആദ്യ വേദിയിൽ തന്നെ, മലപ്പുറം ജില്ലയിലേക്ക് ജാഥ കടന്ന ആദ്യ വേദിയിൽ തന്നെ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ് മാധു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം, സജി ചെറിയാന്റെ പേര് നോക്കിയാൽ കാണാമെന്ന പരാമർശം, ഇതൊക്കെ എടുത്തു പറയുകയാണ് VD സതീശൻ മലപ്പുറത്ത് പുതുയുഗ യാത്ര എത്തിയപ്പോൾ.